ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു അവർ ചാപ്പൽ മോട്ടിവേഷണൽ മോസ്റ്റർ 21632. സി ഫോക്കസിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഡിസ്ട്രാക്ഷനിലേക്ക് പോകാനുള്ള റീസണുകൾ എന്താണെന്നും ഏതൊക്കെ രൂപത്തിലാണ് ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. മേജർ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷണൽ ഇഷ്യൂസ് വരുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വഴിയോ ആയിരിക്കും. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒരാളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു കൂടപ്പിറപ്പാണ്. വളരെ സിവിയർ ആയിട്ടുള്ള സക്സസ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മാക്സിമം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നുള്ളതാണ്. കാരണം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒരുപാട് സമയം, ഒരുപാട് കാര്യങ്ങൾ കളയും ഓരോരുത്തരുടെയും. അപ്പം അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വരാതെ നോക്കുക. എക്സ്റ്റേണൽ ബാഹ്യമായ കടുത്ത സ്വാധീനം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളല്ലാത്തൊരാൾ നമ്മളെ അമിതമായി സ്വാധീനിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോക്കസിനെ തെറ്റിച്ച് കളയുന്നൊരവസ്ഥ. ഇവിടെയാണ് ഇയർ ഓഫ് ഫോക്കസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മേജർ ഡിസ്ട്രാക്ഷനുകളിൽ ഒന്ന്. നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക്, ഒരു എപ്പോഴും പാട്ടിനോട് അഭിനിവേശവും ഇഷ്ടമുള്ള ഒരാൾക്ക്, അയാളെ ഇന്ദ്രിയവുമായി കണക്ട് ചെയ്ത അയാളുടെ ഏറ്റവും മേജർ ഡിസ്ട്രാക്ഷനുകളിൽ ഒന്ന് അതായിരിക്കും. ഒരുപാട് ഡിസ്ട്രാക്ഷനുകളിൽ ഒന്നായിരിക്കും അത്. പക്ഷെ ആ ഡിസ്ട്രാക്ഷൻ നിരന്തരമായി ഒരുപാട് സങ്കടമുള്ള, ദുഃഖമുള്ള വാക്കുകൾ കേൾക്കുന്ന ഒരു പാട്ട് കേൾക്കാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു സീരിയസ് ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോ ഇന്ദ്രിയത്തിന്റെ കേൾക്കാനുള്ള അഭിനിവേശത്തിൽ നിന്ന് എക്സിറ്റ് അടിക്കൽ നിർബന്ധമായിരിക്കും. പണ്ടൊക്കെ ചെവിക്കകത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, വിമാനങ്ങളിലൊക്കെ ആളുകൾ പോകുന്ന സമയത്ത് വിമാന കമ്പനികൾ പഞ്ഞി കൊടുക്കാറ്, പരുത്തി, കോട്ടൺ, ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി. എന്നതുപോലെ തന്നെ ഇന്ന് ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലെ പണ്ട് ഇതുപോലെ പരുത്തി ഉപയോഗിക്കും, മറ്റുള്ള ശബ്ദങ്ങളിലുള്ള മലീമസമായ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾക്ക് എന്ത് കേൾക്കരുത്, നമ്മൾ എന്ത് കാണരുത്, നമ്മൾ ആരുമായി ഇടപെടരുത് എന്നുള്ള കാര്യങ്ങളെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫോക്കസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ട്യൂൺഡ് ആയിട്ടുള്ള, ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള, റിയൽ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കോൺഗ്രുവൻ്റ് ഫോക്കസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സറൗണ്ടിങ്സിനെ നമ്മളുടെ ഫോക്കസിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഈസിയാണ് ആക്ച്വലി, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഈസി ആവില്ല. അത്ര ഒരേ രൂപത്തിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ രാത്രി SSLC എക്സാമുകളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ വീട്ടിലുള്ള ഒരുപാട് സാഹചര്യങ്ങളെ രക്ഷിതാക്കൾ പൂർണ്ണമായിട്ട് അവർക്ക് അനുകൂലമാക്കി കൊടുക്കുന്നത് കാണാം. അതായത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള, അവന് ക്രിക്കറ്റ് കളി ഇഷ്ടമാണ്, നീ ക്രിക്കറ്റ് കളി വീട്ടിൽ ഓൺ ചെയ്യരുത്, TV-യിൽ എന്ന് അനുജനോടോ ജ്യേഷ്ഠനോടോ ജ്യേഷ്ഠത്തിയോടോ ഒക്കെ പറയുന്നത് കാണാം. എന്താ കാരണം?
എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ആ അതിൻ്റെ അവന് അഭിനിവേശമുള്ള വീഡിയോ ഗെയിം, ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പൂർണ്ണമായ ഒരു സ്ട്രീമിംഗ്, മൈൻഡിന്റെ ഒരു സ്ട്രീമിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സഹകരിക്കും. ഉറക്കം വരും, അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് അവനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അവന് ഒന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ നിൽക്കില്ല, ഉണരില്ല. അപ്പം ഉണർത്തുകയും ചായ ഉണ്ടാക്കി കൊടുക്കുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എത്രയോ രക്ഷിതാക്കള് സ്റ്റോറി നമ്മൾ കേൾക്കാറുണ്ട്. രാത്രി ഉറക്കമൊഴിച്ച് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നായി കേരളത്തിൽ SSLC എക്സാമിന് ഇമ്പോർട്ടൻസ് ഉള്ളത് പോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ അല്ലതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം അച്ചീവ് ചെയ്ത്, അപ്പോൾ അവിടെ ഫോക്കസ് ആണ്. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, ആ ഫോക്കസ് കറക്റ്റായിട്ട് റീച്ച് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കാവുന്ന, ഇഷ്ടാനിഷ്ടങ്ങളെ സ്വാധീനിക്കാവുന്ന സകല ഫോക്കസുകളും തെറ്റിക്കാൻ സാധ്യതയുള്ള സകലമാന ഇൻഫ്ലുവൻസുകളെയും എല്ലാവരും കൂടി ഒരേ ഒരു ചിന്ത, ഒരു SSLC ഒരു എക്സാം മികച്ച മാർക്ക്, അങ്ങനെയുള്ള വളരെ രസകരമായ രൂപത്തിൽ എല്ലാവരും ഒരേ ട്യൂണിൽ കോൺക്രുവൻ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തി വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു പക്ഷേ SSLC എക്സാം അച്ഛനും അമ്മയും മകന് വേണ്ടി കരുതി വെച്ച് പ്രതീക്ഷിക്കുന്ന വലിയ മാർക്കുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ചില സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണോ, ആ സ്വപ്നങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാൻ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവരെ അറ്റ്മോസ്ഫിയർ കറക്റ്റ് ചെയ്യാനോ ഫോക്കസ് കറക്റ്റ് ചെയ്യാനോ അവർ ഒരു കാരണവശാലും നമ്മളെ കൂടെ നിൽക്കില്ല എന്നുള്ളതും, നമ്മളുടെ ഫോക്കസ് കോൺക്രുവൻ്റ് ആവാനുള്ള സപ്പോർട്ട് അവരിൽ നിന്ന് ഒരു നിലക്കും സാധിക്കുകയില്ല, കിട്ടുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ IPS വാങ്ങിയ ഒരു കുട്ടിയുടെ കേരളത്തിലെ കഥ പറഞ്ഞതുപോലെ, പത്രക്കാർ വീട്ടിൽ വരുമ്പോഴാണ് രക്ഷിതാക്കൾ പോലും അറിയുന്നത്. കാരണം വീട്ടുകാർ കംപ്ലീറ്റ് നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് പിന്നെ വീട്ടുകാരോട് ആ കാര്യം സംസാരിക്കുന്നത് അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് താമസിച്ചിട്ടാണ് ഈ കുട്ടി പഠിച്ച് റാങ്ക് വാങ്ങുകയും ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം പത്രക്കാർ വീട്ടിൽ വരേണ്ടി വരികയും ഞങ്ങൾ അവൻ പഠിക്കുന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വീട്ടുകാർക്ക് ഉണ്ടാവേണ്ടി വന്നതും അതൊരു നാണക്കേടാണ് ഒരു പക്ഷേ. കാരണം വളരെ വലിയൊരു സക്സസിന് വേണ്ടി ഫോക്കസ് ചെയ്ത ഒരാൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാതെ അയാളുടെ ഇന്ദ്രിയങ്ങളെ റിജക്റ്റ് ചെയ്യിപ്പിക്കാനും അയാളെ പ്രഷറൈസ് ചെയ്ത് അതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്ന സ്വപ്നങ്ങൾ കൂടെയുള്ളവരുടെ എന്താണെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അറിയാൻ പറ്റാത്ത ഒരു സാമൂഹിക അവസ്ഥ അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ 100% മനസ്സിലാക്കുക. കാരണം തിങ്കിങ് അബിലിറ്റിയിലോ ഫോക്കസിങ്ങിലോ ഗോൾ സെറ്റിങ്ങിലോ ഡ്രീം കാണുന്നതിലോ ഓരോ മനുഷ്യൻ്റെയും ചിന്തകളും അതേപോലെ തന്നെ മെൻ്റൽ അബിലിറ്റിയും വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ വേരിയേഷൻസ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ, ഒരു വീട്ടിലെ 2, 3, 4 സഹോദരങ്ങൾക്കിടയിൽ പോലും വളരെ വലിയ വേരിയേഷൻസ് ഉണ്ടാവാൻ നല്ല സാധ്യതയാണ്. ഇനി അതിനേക്കാൾ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതകളാണ് മറ്റു വീട്ടിലെ രക്ഷിതാക്കളുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴോ അങ്ങോട്ട് കല്യാണം കഴിച്ചു ഇങ്ങനെ ഉള്ള അവസ്ഥയിലൊക്കെ വളരെ വലിയ വ്യത്യാസം അവിടെ ഉണ്ടാവാറ്. ഇവിടെയൊക്കെ സാഹചര്യങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ചുറ്റുപാടുള്ളവരോട് പറഞ്ഞു കൊടുക്കണം, ഐ എം എ ഡിഫറെൻറ്റ് പേഴ്സൺ, നിങ്ങൾ എങ്ങനത്തെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയെ കുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അസോസിയേറ്റ്സ് എന്ന് പറയപ്പെടുന്ന ബ്രെയിൻ ഇൻപുട്ട് 5 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻ ഇൻപുട്ടാണ് അസോസിയേറ്റ്. കൂടെ നിൽക്കുകയോ കൂടെ കൂടുകയോ കൂടെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന വിവാഹിതരായത് കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ അയൽപക്കത്തുള്ളവരോ ജോലി ചെയ്യുന്നവരോ അങ്ങനെ പല കൂടെ യാത്ര ചെയ്യുന്നവരോ പല ആളുകളുണ്ടാവും. അവരുമായി നമ്മളുടെ ഏരിയ ഷെയർ ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് എല്ലാ സമയത്തും സാധ്യമാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. എല്ലാ സമയത്തും ഇത് സാധ്യമല്ല. കാരണം അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മാനസികാവസ്ഥ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക കൂടി വേണമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഫോക്കസിനെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന, ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങളെക്കുറിച്ച്
അസോസിയേറ്റ് എന്ന് പറയുന്ന ബ്രെയിൻ ഇൻപുട്ടിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തു പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന, എന്തിനോടും തൻ്റെ പോളിസി മാത്രം പ്രത്യക്ഷത്തിൽ വെട്ടിത്തുറന്ന് പറയുന്ന വീട്ടിലുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ ഞാൻ എന്ത് ചെയ്യണം സാർ എന്ന് ചോദിക്കും നിങ്ങൾ. സി ഒരു ഒരു പറയുന്നതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻപുട്ട് റിസീവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളോട് ഇത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അവരെ പിന്നെ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി അവരെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് അവരോട് ചെയ്യേണ്ടത്. അല്ലാതെ അവരോട് വീണ്ടും വീണ്ടും സംസാരിച്ചിട്ട് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സ്വയം സങ്കടപ്പെടുന്നത് അവസാനിപ്പിക്കാൻ, പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളോട് ഒരു പ്രാവശ്യം പറയാം, ഒന്നിൽ തവണ പറയരുത്. നമ്മൾ പറയാറുണ്ട്, വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, ഒരേ പ്രശ്നം എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി വിഡ്ഢിയായി മാറും. അതിനു പകരം ഒരു പ്രശ്നം ഒരു തവണ ഉണ്ടാവുകയും അത് പരിഹരിക്കുകയും അടുത്ത ദിവസം മറ്റൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുന്നാൽ അതിൻ്റെ അർത്ഥം പരസ്പരം അത് മനസ്സിലാവുകയും ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും രണ്ടുപേരും കൂടി സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ്. അത് വിജയിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും ഒരേ പ്രശ്നത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ഏതോ ഒരു പ്രശ്നം ആരോ ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്ത് നിങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, നേരത്തെ ആ കുട്ടി കൈകാര്യം ചെയ്യുന്നത് വളരെ മികച്ച ഒരു ഒരു വഴിയാണ്. അങ്ങനെ കൈകാര്യം ചെയ്ത എത്രയോ ആളുകൾ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ട്രൈ ടു ബി യുവർ സെൽഫ്. യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വപ്നങ്ങൾ കൂടുതലുള്ള, ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിൽ സ്വപ്നങ്ങൾ കൂടുതലുള്ള ആളുകളാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളമായിട്ട് കണ്ടതാണ്. പല ആളുകളും വളരെ അപ്രതീക്ഷിതമായ ശക്തമായ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടു. 2024 അവസാന സമയങ്ങളിൽ ഒരുപാട് മെസ്സേജുകൾ കിങ്സ് ട്രിഗറിൽ അറ്റൻഡ് ചെയ്തവരും, അതേപോലെ തന്നെ ഡ്രീംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 2023 നവംബറിലെ സെഷനുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾ ഒരുപാട് എഴുതിയുണ്ടാക്കിയ ലിസ്റ്റുകൾ അച്ചീവ് ചെയ്തതിനെ കുറിച്ചുള്ള മെസ്സേജുകൾ വന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കി. ചില ഫോക്കസുകളൊന്നും അവർ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവർ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ അസോസിയേറ്റ്സിന് ചുറ്റുവട്ടത്തേക്ക് അറിയിച്ചിട്ട് പോലും ഉള്ളൂ. സോ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. സോ യു ആർ മോർ capable to do that. Very powerfully you can achieve these all things. I wishing you all the very best and have a great day and God bless. താങ്ക് യു സോ മച്ച്. നാളെ നമ്മൾ മറ്റൊരു ഇന്ദ്രിയം എത്ര ശക്തമായിട്ട് നമ്മളെ നിരന്തരമായി തകർത്ത് കളയും നമ്മുടെ ഫോക്കസിനെ എന്നുള്ള ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. We will see tomorrow, same time. Bye for now. Love you all.